നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ശ്രീ അംബേദ്കറിനെയാണ്. കാരണം അംബേദ്കറാണ് പറഞ്ഞത് സുപ്രീം കോടതിക്ക് കൂടുതൽ അധികാരം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഈ മറ്റ് രണ്ട് പില്ലേഴ്സ് ഉണ്ടല്ലോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അവയുടെ അമിതമായ കടന്നുകയറ്റമുണ്ടാകും, നമുക്ക് നിയമ പരിപാലനത്തിന് പ്രയാസങ്ങളുണ്ടാകും, ഓരോ സ്റ്റേറ്റുകളും തമ്മിൽ പരസ്പര വിരുദ്ധമായ നിയമങ്ങളുണ്ടാക്കി തമ്മിലടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇടപെടാനായിട്ട് ശക്തമായ ജുഡീഷ്യറി വേണം. നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോമീഡിയ. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തൽ. ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് ഞാൻ ശിവദാസനുള്ള അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ പെൻഷനുള്ളതുകൊണ്ട് അത് കുട്ടികളുടെ ഉന്നമനത്തിന്, നാടിൻ്റെ ഉന്നമനത്തിന് ചിലവാക്കണമെന്ന് എഴുതിയിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഇവിടെ മതങ്ങളുടെ ഒരു കടന്നുകയറ്റവും സ്വാധീനവും ഒഴിവാക്കിയിട്ട് മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്ത വളർത്തുന്നതിൽ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഭരണഘടനാ ക്ഷേത്രത്തിലാണ്. ദീർഘവീക്ഷണത്തോടുകൂടി തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് നാളത്തെ തലമുറ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങേക്ക് പ്രചോദനമായി ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ധാരാളം വന്നിട്ട് BBC അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാണെന്ന് തോന്നുന്നത്. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് എത്തിയൊരു ചിന്ത പോയിരുന്നില്ല. പലരും ചോദിക്കാറുണ്ട്, ഒരു പുസ്തകമാണോ? നമ്മുടെ പഞ്ചാബിൽ പിന്നെ നമ്മുടെ ഗുരുനാനാക്കിൻ്റെ പുസ്തകം ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ആരാധിക്കാം, അവനൊന്ന് നന്നാവണേ, അവനൊന്ന് ചോദിച്ചപ്പോൾ വേറെ ആൾ മണ്ഡലം ജില്ലയിൽ ആരാധനാ മൂർത്തികൾ എന്ന് പറയാം. ഈ ദീപമുണ്ട്, അതുപോലെ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനാ പുസ്തകമാണ് ഞാനിപ്പോൾ തൊട്ടില്ല. വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് നാളത്തെ തലമുറയ്ക്ക് ഇദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയിലാണ്. അതായത് പേരൂർക്കടയിൽ കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ, അതായത് കളക്ടറേറ്റിന്റെ സമീപമാണ് പറയാം ഇന്ത്യൻ ഭരണഘടനാ ക്ഷേത്രം. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയാണ്. അംബേദ്കർ ജയന്തി ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഉത്സവ ദിനമാണ്. ഇവിടെ പല ഉത്സവ ദിനമുണ്ട്. എല്ലാ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ആഗസ്റ്റ് 15, പിന്നെ ജനുവരി 26, പിന്നെ നവംബർ 26 ഭരണഘടനാ ദിനം, ഇങ്ങനെയുള്ളതിന് ഉത്സവ ദിനമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് ക്ഷേത്രമായിട്ട് തന്നെ എന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. ഇവിടുത്തെ പിന്നെ പ്രഭാത ഗീതം എന്ന് പറയുന്നത് ദേശഭക്തി ഗാനങ്ങളാണ്. അങ്ങനെ എങ്ങനെ നമ്മൾ നമ്മുടെ കൾച്ചറുമായിട്ട് കമ്പൈൻ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ കമ്പൈൻ ചെയ്താണ്. വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏവർക്കും പിന്നെ ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെമിനാറൊന്നുമല്ല. അംബേദ്കറെ കുറിച്ച് അല്ലെങ്കിൽ ഭരണഘടനയുടെ അനന്ത സാധ്യതകളെ കുറിച്ച് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് പിന്നെ കുറച്ച് വിവരിക്കും. ശേഷം ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും നീളം കൂടിയ ഭരണഘടനയാണ്. ഇത്രയും വലിയ വലിപ്പമുള്ള ഭരണഘടനകൾ വേറെ ഇല്ല എന്ന് പറയപ്പെടും. വലിപ്പം മാത്രമല്ല, അതിൻ്റെ ഗുണവശങ്ങൾ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഒരിക്കൽ പോലും ഭരണഘടനയുടെ ഒഴിവാക്കൽ, ഒരിക്കൽ എമർജൻസി ഉണ്ടായി, എമർജൻസി അത് ഭരണഘടന അനുസരിച്ച് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതല്ലാതെ പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. നേരെ മറിച്ച് അടുത്ത രാജ്യങ്ങൾ നോക്കുക, പാകിസ്ഥാനായിരുന്നാലും ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ തൊട്ടുകിടക്കുന്ന പല സ്ഥലങ്ങളിലും സ്ഥിതിഗതി അതല്ല. ഇതിൻ്റെ പ്രധാന കാരണം ഭരണഘടനയിലെ സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുള്ള, സുപ്രീം കോടതിക്ക് മാത്രമല്ല ഹൈക്കോടതിക്കും കൊടുത്തിട്ടുള്ള വിപുലമായ അധികാരങ്ങളാണ്. ഇക്കാര്യം ഭരണഘടനാ ശില്പികളുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ പലരും പറഞ്ഞു, ഇത്രയധികം അധികാരങ്ങൾ ഒരു കോടതിക്കും കൊടുക്കരുത്, അങ്ങോട്ട് കുഴപ്പമുണ്ട്, എല്ലാം കുറയ്ക്കണം. വാസ്തവത്തിലിപ്പോൾ 13(1)(2) വകുപ്പുകളനുസരിച്ച് 13(1) ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടനാ വ്യവസ്ഥകൾക്കെതിരായി ഉണ്ടായ വ്യവസ്ഥകളെല്ലാം ഒറ്റയടിക്ക് അസ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. 13(2) പറയുന്നത്, അനുച്ഛേദം 13(2) പറയുന്നത് ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണ സഭയും ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കെതിരായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഏതെങ്കിലും നിയമം ഉണ്ടായാൽ അത് അസ്ഥിരപ്പെടുത്തേണ്ട ചുമതല സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിക്ക് ചെയ്യാം. ഹൈക്കോടതികൾക്കും അതേ അധികാരമാണ് അക്കാര്യത്തിൽ. എത്രയോ നിയമങ്ങൾ അങ്ങനെ കോടതികൾ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ മുഴുവനായി അസ്ഥിരപ്പെടുത്തും, ചിലപ്പോൾ ഭാഗികമായി, ചില വ്യവസ്ഥകൾ മാത്രം.
ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ മാത്രമാണ് അത്തരത്തിലും ചെയ്യാം. അപ്പോൾ ഇത് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഭരണഘടനയിലെ 13 എന്ന അനുച്ഛേദം എടുക്കാം. 13(2) എന്ന അനുച്ഛേദത്തിൽ പറയുന്നത് ഭാരതത്തിലെ ഒരു പാർലമെൻറ്റോ അസംബ്ലികളോ ഒരു നിയമനിർമ്മാണ സഭയും ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒരു നിയമവും ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് അസ്ഥിരപ്പെടുത്താവുന്നതാണ് എന്നും പറയുന്നു. അങ്ങനെ അസ്ഥിരപ്പെടുത്താനുള്ള പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുന്നത് 32, 226 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ്. എത്രയോ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള അസ്ഥിരപ്പെടുത്തലുകൾ ഉണ്ടായി. ചിലപ്പോൾ നിയമം ഒട്ടാകെ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ചില വ്യവസ്ഥകൾ മാത്രം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടാൽ ഭാഗികമായി മാത്രം അത് അസ്ഥിരപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിപുലമായ ഇതിനെല്ലാത്തിനും പുറമെ സുപ്രീം കോടതിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പവറുണ്ട്. അതായത് അസാധാരണമായ അധികാരം. അനുച്ഛേദം 142 പ്രകാരം പൂർണ്ണമായ നീതി നിർവഹണത്തിന് ഏത് ഉത്തരവും പാസ്സാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. വ്യക്തമായി ഇന്ന ഭരണഘടനയിൽ ഇന്ന വ്യവസ്ഥയ്ക്ക് എതിരായി എന്ന് പറയേണ്ട, പൂർണ്ണമായ നീതി നിർവഹണത്തിന് അത്തരമൊരു ഓർഡർ ഉണ്ടായാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പാസ്സാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഭോപ്പാൽ ട്രാജഡി ഉണ്ടായപ്പോൾ നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒട്ടനവധി കേസുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് കണ്ടിട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഒരു നിശ്ചിത തുക കെട്ടിവെക്കാനായിട്ട് കമ്പനിയുടെ അടുത്ത് പറയുകയും അത് എല്ലാവർക്കും ലഭിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പട്ടാളത്തിനും ഒന്നും ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ സന്ദർഭം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് വിജയമാണ്. ആ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ശ്രീ അംബേദ്കറിനെയാണ്. കാരണം അംബേദ്കറാണ് പറഞ്ഞത് സുപ്രീം കോടതിക്ക് കൂടുതൽ അധികാരം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഈ മറ്റ് 2 പില്ലേഴ്സ് ഉണ്ടല്ലോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അവയുടെ അമിതമായ കടന്നുകയറ്റം ഉണ്ടാകും. നമുക്ക് നിയമ പരിപാലനത്തിന് പ്രയാസങ്ങളുണ്ടാകും. ഓരോ സ്റ്റേറ്റുകളും തമ്മിൽ പരസ്പര വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കി തമ്മിലടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇടപെടാനായിട്ട് ശക്തമായ ജുഡീഷ്യറി വേണം. നമുക്ക് ഇപ്പോൾ ഉള്ള സംവിധാനം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും വാദിയായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് പരിഹാരം തേടാൻ കഴിയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണവശങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് നടത്തിയെടുക്കാനുള്ള ചെലവിൻ്റെ കാര്യമാണ്. അത് ഇപ്പോഴുള്ള സംവിധാനം അനുസരിച്ച് ചിലവ് കൂടുതലാണ് എന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ യുക്തമായ ഭേദഗതികളിൽ കൂടി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഓംബുഡ്സ്മാൻ സംവിധാനവും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അത്തരത്തിലുള്ള പിന്നെ ADR എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിട്രസൽ സിസ്റ്റം, അതിൽ കൂടിയും ഒക്കെ കേസുകൾ, തർക്കങ്ങളും പരിഹരിക്കാനുള്ള നടപടികളും ഇപ്പോൾ സാധ്യമാണ്. അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഭരണത്തിൻ്റെ കാര്യമാണ്. ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്ത് സംവിധാനമല്ല നമുക്ക് ഇന്നുള്ളത്. ഗാന്ധി അനുസരിച്ച് പോലീസിനും കോടതിക്കും ഒന്നും കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് തർക്കമുണ്ടായിരുന്നാലും ആ സൊസൈറ്റിയിലെ ആളുകൾ, അവിടുത്തെ സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഞാൻ പറയുന്നത് സമൂഹത്തിലെ നേതാക്കൾ, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മുഖ്യന്മാർ ഒന്നിച്ചിരുന്ന് ഒരു മരച്ചോട്ടിലിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ലളിതമായ സംവിധാനമാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. നമുക്ക് ഒടുവിൽ കിട്ടിയിരിക്കുന്ന അതല്ല. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരവും മറ്റു കാര്യങ്ങളുമുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് നമുക്കിപ്പോൾ ഉള്ളത്. പലരും പറയും ഗാന്ധിയുടെ സംവിധാനം, ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്ത് സംവിധാനം ഒരിക്കലും പ്രായോഗികമാവുകയില്ല, ഇപ്പോഴുള്ളതേ പ്രവർത്തിക്കുകയുള്ളൂ. അത് ശരിയാണോ എന്ന് സംശയമുണ്ട്. ഒരു സ്ഥലത്തെങ്കിലും അത് വിജയകരമായി പ്രവർത്തിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിലാണ് 10-20 വർഷം മുമ്പ് അവിടെ പോയപ്പോൾ അവിടെ ഈ പറഞ്ഞ നേതാക്കൾ, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന എൽഡേഴ്സ് കൂടിയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സംവിധാനം വിജയകരമായി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ കോടതിയുണ്ട്. കോടതികളിൽ കേസ് വളരെ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എല്ലാ തർക്കങ്ങളും, വസ്തുതർക്കമായിരുന്നാലും മറ്റുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ആയിരുന്നാലും ശല്യങ്ങളുടെ ആയിരുന്നാലും നിരോധനം ആവശ്യമുള്ളത് എല്ലാം തന്നെ ഈ ഒരു ഗ്രൂപ്പ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന നേതാക്കൾ 5-6 പേരിരുന്ന് ചർച്ച ചെയ്തിട്ട്
തീർക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അവിടെ ഒരു വ്യത്യാസം വരുന്നത് അവിടുത്തെ ജനങ്ങളുടെ സത്യബോധമാണ്. ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തും അത്തരത്തിൽ പരിപൂർണമായ സത്യസന്ധത കണ്ടെത്തിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞ 10-25 വർഷം മുമ്പേ ഉള്ള കാര്യമാണ്, ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഒന്ന് കാണാൻ കഴിഞ്ഞത് ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാം ഏത് വേണമെങ്കിലും നമുക്ക് റോഡിൽ വരെ ഇട്ടിട്ട് പോകാം, ആരും എടുക്കില്ല. തെങ്ങിൽ കയറി തേങ്ങ ഇടേണ്ട കാര്യമില്ല, തേങ്ങ വെട്ടിക്കേണ്ട കാര്യമില്ല. അത് വീണാൽ എവിടെയാണ് ആ ഉടമസ്ഥൻ്റെ വസ്തുവിൽ തന്നെ അതവിടെ കിടക്കും, ആരും എടുത്തുകൊണ്ട് പോകില്ല. ഇത്രയധികം സത്യസന്ധത വേറൊരു സമൂഹത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കുട്ടികളെ ചെറുപ്രായം മുതൽ ഈ സത്യസന്ധതയിൽ ഊന്നിയുള്ള മൂല്യബോധം കൊടുത്ത് വളർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഗാന്ധിയുടെ പഞ്ചായത്ത് സംവിധാനം വിജയിച്ചത്. നമ്മൾ ബാക്കി സ്ഥലങ്ങളിൽ അത് വിജയിക്കാം, അത് യൂട്ടോപ്പിയ എന്ന് പറയാൻ ഒക്കില്ല. നമ്മുടെ പൗരബോധം, ആളുകളുടെ മൂല്യങ്ങളും സത്യസന്ധതയും ആ നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിൽ, എത്തുന്ന സാഹചര്യത്തിൽ അവിടെ മാത്രമേ അത് വിജയിക്കൂ. അതുവരെ നമുക്ക് അതിലേക്ക് ഉള്ള ശ്രമമാണ് നടത്തേണ്ടത്. പൗരന്മാരുടെ മൂല്യബോധം, അവരുടെ സമൂഹത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഏറ്റവും ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചും പ്രായോഗിക തലത്തിൽ, നേരത്തെ പറഞ്ഞല്ലോ ലേബർ വീക്ക് പോലുള്ള സംവിധാനങ്ങളിലൂടെ, അല്ലെങ്കിൽ ദിവസവും 1 മണിക്കൂർ നേരം കാർഷികമോ അല്ലെങ്കിൽ കൈത്തൊഴിലുകളോ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും ഇതുപോലുള്ള സമൂഹത്തിലെ ഒത്തുചേർന്നുള്ള പ്രശ്നപരിഹാര മാർഗങ്ങൾ പഠിപ്പിക്കാനും എല്ലാം ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുണ്ടായാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ മഹാബലിയുടെ കാലത്ത് ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് മാത്രമല്ല നമ്മളുടെ സമൂഹത്തോടും ഓർമ്മപ്പെടുത്തി. വളരെ നന്ദി. നമസ്കാരം സാർ. നല്ലതായിട്ട് ഇനിയും ഇത്തരം സന്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവരുടെ ബൗദ്ധിക നിലവാരം ഉയർത്താനുള്ള താങ്കളുടെ ശ്രമങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.